എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ ഈ വേഷം കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ പോണേ മുന്നേ ഒരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. സോ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണണേ. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, ഇത് തന്നെയാണ് സംഭവം കേട്ടോ. നമ്മുടെ മുടിയെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് അല്ലേ, ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നതും റൊട്ടീനും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ എത്ര പേരത് ഫോളോ ചെയ്യാറുണ്ട്? അതായത് ഒരു ഹെയർ മാസ്ക് എങ്കിലും വീക്ക്ലി യൂസ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വളരെ ബേസിക് ആയിട്ട് നമ്മുടെ മുടിക്ക് വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മുടിക്ക് വേണ്ടി ചെയ്തിരിക്കണം, എന്നാൽ മാത്രമാണ് നിങ്ങളുടെ മുടി ഒരു നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കേൾക്കണേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മുടി ഒരു 8 തൊട്ട് 10 ആഴ്ചയാവുമ്പോഴേക്കും നമ്മളൊന്ന് അറ്റം മുറിച്ച് കൊടുക്കണം, കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് എത്ര മടിയുള്ള ആൾക്കാരും അവനവൻ്റെ മുടി ഒന്ന് നന്നായി വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. അതായത് 8 തൊട്ട് 10 ആഴ്ചയാവുമ്പോഴേക്കും നമ്മുടെ മുടി അറ്റം ഒന്ന് ട്രിം ചെയ്യണം. അതായത് നമ്മുടെ മുടിയുടെ അറ്റത്തിൽ ഇങ്ങനെ പിളർന്നിരിക്കുന്നുണ്ടാവും അല്ലേ, ആ ഭാഗം ഒന്ന് ട്രിം ചെയ്ത് കളയണം കേട്ടോ. എന്നാൽ മാത്രമാണ് മുടി വീണ്ടും ആരോഗ്യത്തോടു കൂടി വളരുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും നമ്മുടെ മുടിയിൽ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല. ചൂടുവെള്ളം ഉപയോഗിച്ച് ഒരിക്കലും തല കുളിക്കാനായിട്ട് പാടില്ല. ചില സമയത്ത് ചിലരൊക്കെ തണുപ്പ് കാലം വരുമ്പോൾ, തണുപ്പ് സമയത്ത് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? ചൂടുവെള്ളത്തിൽ കുളിക്കും. ആ ചൂടുവെള്ളത്തിൽ കുളിക്കണ ആ സമയത്ത് ആ ചൂടുവെള്ളം എടുത്തിട്ട് തന്നെ തലയിൽ ഒഴിക്കും. അപ്പോൾ എന്തുണ്ടാവും? ഹെയർ ഡാമേജ് ആയിട്ട് ഹെയർ ഒരുമാതിരി വളരാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ആയിപ്പോവും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഹോട്ട് വാട്ടർ നമ്മുടെ തലയിൽ യൂസ് ചെയ്യരുത്. അടുത്തൊരു കാര്യമാണ്, എല്ലാവരും ഹെയറൊക്കെ സ്ട്രൈറ്റനൊക്കെ ചെയ്ത് മുടിയൊക്കെ കേളൊക്കെ ചെയ്ത് പോകാറുണ്ട്. എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. അപ്പം നമുക്ക് തോന്നുന്നു, എനിക്ക് അങ്ങനെ ചെയ്താൽ കൊള്ളായിരുന്നു. അപ്പം തന്നെ പാർലറിൽ പോകുന്നു, ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്നു, കേള് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ സ്ട്രൈറ്റ്നർ മേടിക്കുന്നു, കേളർ മേടിക്കുന്നു, ഉടൻ തന്നെ സ്ട്രൈറ്റ് ചെയ്യുന്നു, കേൾ ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഹെയറിന് ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഒരിക്കലും നമ്മൾ നമ്മുടെ ഹെയറിൽ ഒരിക്കലും നമ്മൾ ഹോട്ടായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനേ പാടില്ല. ഒരിക്കലും നമ്മൾ ഹെയർ അയൺ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഹെയർ എത്രത്തോളമാണ് ചെയ്യുന്നോ അത്രത്തോളം ഡാമേജ് ആവുക മാത്രമുള്ളൂ. അതിന് പകരം നിങ്ങൾ നാച്ചുറലായിട്ട് എങ്ങനെ മുടി കേൾ ചെയ്യാം, അല്ലെങ്കിൽ മുടി എങ്ങനെ സ്ട്രൈറ്റൻ ചെയ്യാം എന്നൊക്കെ സെർച്ച് ചെയ്ത് അതിനുള്ള റെമഡി കണ്ടുപിടിക്കുകയായിരിക്കും നല്ലത്. ഏറ്റവും നല്ലത് മുടിക്ക് ഹോട്ട് ഒരിക്കലും തട്ടാണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂടൊരിക്കലും നമ്മുടെ മുടിയിൽ ഏൽക്കാതിരിക്കുകയാണ് ഏറ്റവും മുടിക്ക് നല്ലത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹെയർ മാസ്കുകൾ ഉപയോഗിക്കാം കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളൊരു ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് മുടിയൊക്കെ നല്ല പോലെ ഹെയർ മാസ്ക് ഇട്ട് കെട്ടി വെച്ച് കുറച്ചൊരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴുകി കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മുടിക്ക് നല്ലതാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള മുടി കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ചാനലിൽ കുറച്ച് ഹെയർ മാസ്കുകളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അതും നാച്ചുറലായിട്ട്, നിങ്ങളെല്ലാം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഹെയറിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ അങ്ങനത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് കണ്ട് അതിൽ നിന്ന് ഹെയർ മാസ്കുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹെയർ നമ്മളെപ്പോഴും ഓയിൽ യൂസ് ചെയ്ത് നല്ല മസാജൊക്കെ ചെയ്ത് വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് എന്നും നൈറ്റ് നമ്മൾ കുറച്ച് ഓയിൽ യൂസ് ചെയ്ത് ഹെയറൊക്കെ നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്ത് തലയിലൊക്കെ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങി രാവിലെ കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ലതാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ നേരിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ രാത്രി നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം രാത്രി കിടന്നുറങ്ങി രാവിലെ കുളിക്കുമ്പോൾ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് തല കഴുകി കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഓയിൽ വെച്ച് നമ്മൾ പുറത്തേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ച് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ആ ഡസ്റ്റൊക്കെ വന്ന് നമ്മുടെ തലയിലൊക്കെ വന്നിരുന്ന് അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. സോ
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ഹെയറിന് ബെസ്റ്റ് ആണെന്നുള്ളത്. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിൻ്റെ അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും. മുടി നനഞ്ഞ മുടി കുളി കഴിഞ്ഞ് അങ്ങനെ വന്ന നനഞ്ഞ മുടി ഒരു ടവൽ വെച്ച് ഇങ്ങനെ കെട്ടി വയ്ക്കും. അതോടുകൂടി ആ പണി കഴിഞ്ഞു. ഇനി നേരെ അടുക്കളയ്ക്ക് പോവുക, നല്ല ജോലികളൊക്കെ ചെയ്യുക. നമ്മൾ വളരെ കംഫർട്ടബിൾ ആണല്ലേ. ഈ മുടി ഇങ്ങനെ ചുറ്റിക്കെട്ടി നനഞ്ഞ് തുണി വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ നമ്മുടെ വിചാരം എന്താണ്, ആ വെള്ളമൊക്കെ ആ തോർത്തിലേക്ക് വലിച്ചെടുക്കും, അങ്ങനെ മുടി ഡ്രൈ ആയി ഉണങ്ങി കിട്ടും പെട്ടെന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ ഒന്നും അല്ല. ആ ഒരു ഹെയർ വല്ലാണ്ട് ഡാമേജ് ആവുക ചെയ്യുക കേട്ടോ. അതായത് നമ്മളിങ്ങനെ നനഞ്ഞ മുടി കെട്ടി വയ്ക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതായത് മുടിയിൽ കായ വരിക, ചക്ക വരിക എന്നൊക്കെ പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പല ഭാഗത്തും പല തരത്തിലാണ് പറയുക. അപ്പോൾ മുടിയിൽ ഇങ്ങനെ കായ ചക്കയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നനഞ്ഞ മുടി ഒരിക്കലും അങ്ങനെ നനഞ്ഞ ടവൽ വെച്ചിട്ടൊന്നും കെട്ടി വെക്കരുത് കേട്ടോ. അത് കൂടുതൽ നമ്മളുടെ ഹെയറിന് അതൊരു ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെപ്പോഴും മുടി എപ്പോഴും കെട്ടിങ്ങനെ മാറ്റുമ്പോഴാണ് നമുക്ക് കൂടുതൽ മുടി ലോസ് ആവുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വളരെ ഹാർഷായിട്ട് മുടിയിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയിൽ പോവേണ്ട മുടിയേക്കാളും കുറച്ചും കൂടി കൂടുതൽ മുടി പോകും. സോ ഹറി ബറി ആവാണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തി, അതും നമ്മുടെ മുടിയുടെ താഴത്തെ വശത്ത് നിന്ന് വേണം നമ്മൾ ടാങ്കിൾസ് നീക്കം ചെയ്ത് പതുക്കെ മുകളിലേക്ക് വന്ന് പിന്നെ ഒരു കോമ്പ് വെച്ച്, അത് പല്ലകന്നിട്ടുള്ള കോമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഈരി കൊടുക്കുക. അങ്ങനെ മാത്രം നിങ്ങൾ ടാങ്കിൾസ് നീക്കം ചെയ്യാൻ പാടുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക്കാണ്. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, കുറേ പേര് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഇതൊന്നും ഇനിയും തുടങ്ങാത്ത ആൾക്കാരോടായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മുടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതൊക്കെ ചെയ്ത് തുടങ്ങിക്കോളൂ. ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ചാ ബൈ ബൈ.